Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. Welcome all of you to Vlog Moto Daily Channel. അപ്പം നമ്മളിന്ന് ആസ് യു നോ ദിസ് ഇസ് മൈ ബ്ലാക്ക് ബ്യൂട്ടി, എൻ്റെ സ്വന്തം CB650R 2025 മോഡൽ. അപ്പം ആസ് യു ഓൾ നോ നമ്മളുടെ CB650Rഉം CBR650Rഉം ഈ ക്ലച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് പോയി ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു ഗമനത്തിലാണ്. അപ്പം വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഹോണ്ട ബിഗ് വിങ് ആറ്റ് മരടു. ഹോണ്ട ബിഗ് വിങ് ടോപ്പ് ലൈനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഡിസ്പ്ലേയിൽ CB650R ഇൻലൈൻ 4 മെഷീൻ വിത്ത് ക്ലച്ച് നമുക്കവിടെ കാണാൻ പറ്റും. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് എ വീഡിയോ ഓഫ് ദാറ്റ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ബെനിഫിറ്റ് അബൌട്ട് ക്ലച്ച് ഞാൻ അറിഞ്ഞിടത്തോളം ഇപ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു അപ്പോഴെല്ലാം നമ്മൾ ക്ലച്ച് ഹാസ് ടു ബി യൂട്ടിലൈസ്ഡ്. അപ്പം ഇതിനുള്ള ഒരു ബെനിഫിറ്റ് കണ്ടത് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയത്, ഇപ്പോൾ 6th ഗിയറിലാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. 6th ഗിയറിലാണ് നിങ്ങൾ പോയി വണ്ടി നിർത്തുന്നതെങ്കിൽ 6th ഗിയറിൽ തന്നെ നിങ്ങൾക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് പോകാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലച്ചിൻ്റെ ആവശ്യമില്ല, ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗിയറിൽ തന്നെ വണ്ടി എടുത്തു പോകാം എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ കമൻറ്റിൽ പറയുക. കാരണം എനിക്കതിൽ കൂടുതൽ ഐഡിയ ഇല്ല. എനിവേ അവിടെ ഷെറാസ് ഈസ് ആക്ച്വലി വെയിറ്റിംഗ് ഫോർ അസ്. അപ്പോൾ ഷെറാസിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ഷെറാസ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു തരും. എന്താണ് CB650Rലും CBR650Rലും ഹോണ്ട പുതിയതായി കൊണ്ടുവന്നിരിക്കുന്ന ഈ ക്ലച്ചിൻ്റെതായിട്ടുള്ള ഗുണമെന്ത് എന്നുള്ളത് പറഞ്ഞു തരും. സോ അപ്പം എബൌട്ട് CB650R ഇൻലൈൻ 4 സിലിണ്ടറാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ബൈക്ക്. ഏകദേശം നമുക്കൊരു 12 ലക്ഷത്തിനടിയിലായിട്ട് ഓൺ റോഡ് പ്രൈസ് വരും. സ്പെസിഫിക്കലി സ്പീക്കിംഗ് നമുക്ക് ഏകദേശം 11,63,000 ചേഞ്ചാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഇൻക്ലൂഡിങ് RTO ആൻഡ് ഇൻഷുറൻസ് ആൻഡ് ബ്ലാ 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 വരുന്നത്. അപ്പം പവർ ഏകദേശം 93 തൊട്ട് 94 BHP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാസീവ് എൻജിനാണ്. പക്ഷേ നിങ്ങൾക്ക് സുഖമായിട്ട് സിറ്റിക്കുള്ളിൽ 10 കിലോമീറ്റർ സ്പീഡിലും 20 കിലോമീറ്റർ സ്പീഡിലും സുഖമായിട്ട് ഓടിക്കുവാനും സാധിക്കുന്ന ഒരു ബൈക്കാണ്. ഇറ്റ്സ് എ സൂപ്പർ ബൈക്ക് കാറ്റഗറി. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സൂപ്പർ ബൈക്സ് നമുക്ക് സിറ്റിയിൽ ഓടിക്കാൻ പാടായിരിക്കും, കാരണം ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ആൻഡ് എടുത്ത് ചാടും. പറഞ്ഞു മനസ്സിലായില്ല, എടുത്ത് ചാടും. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ 2nd ഗിയറിലൊക്കെ വണ്ടി എടുത്തങ്ങ് ചാടും. അപ്പം അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വെരി സ്മൂത്ത് എൻജിൻ. എന്നാൽ നിങ്ങൾക്കൊന്ന് സ്പീഡിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈ കൊടുത്താൽ അത് 240 കിലോമീറ്ററിലേക്ക് പോകും. പക്ഷേ ഐ ആം നോട്ട് എ റാഷ് ഡ്രൈവർ, അല്ലെങ്കിൽ ഒരു റാഷ് റൈഡർ. പറഞ്ഞു മനസ്സിലായില്ലേ? നമുക്കെപ്പോഴും നമ്മളുടെ സേഫ്റ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഇനി 6 ലൈൻ റോഡ് വന്നു കഴിയുമ്പോൾ അതിൽ ചിലപ്പോൾ പോസിബിളി പറ്റിയെന്നിരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ഇതിൻ്റെ എങ്ങനെയുണ്ട് പെർഫോമൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ല എങ്കിൽ നെവർ ടേക്ക് എ റിസ്ക്. കാരണം ആര് എപ്പോൾ എങ്ങനെ വട്ടം വരും എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പം ആൾക്കാരാകാം, വണ്ടികളാകാം, ഈവൻ പട്ടികളാകാം, പോത്തുമാകാം. അപ്പം അങ്ങനെ എന്ത് വേണേലും നമ്മളുടെ വട്ടം ചാടി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. പിന്നെ നിങ്ങൾക്ക് ആക്സസറീസ്
ബൈക്സിൻ്റെ സൂപ്പർ ബൈക്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നമ്മുടെ ഡെക്കാത്തലോണിൻ്റെ ഓപ്പോസിറ്റായിട്ട് കണ്ട റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കോസാഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ആക്സസറീസും അവിടെ ഓൺ എ വെരി ഗുഡ് റേറ്റ്, ഓൺ എ ഡിസ്കൗണ്ടഡ് റേറ്റ് നിങ്ങൾക്ക്. അപ്പം ടു സേ എന്താ പറയുക, ഇറ്റ്സ് എ ബ്യൂട്ടി ടു ഹാവ്. പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സുഖമായിട്ട് നോർമൽ യൂസേജിന് ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഐ വിൽ ജസ്റ്റ് ഷോ യു ദ ലൊക്കേഷൻ വെയർ ഹോണ്ട ബിഗ് വിങ് കംസ് ഇൻ. ടോപ്പ് ലൈൻ ആയതുകൊണ്ട് കേരളത്തിലിറങ്ങുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സൂപ്പർ ബൈക്സും അവിടെ ഇതേതാ വണ്ടി, പോർഷെയാണെന്ന് തോന്നുന്നു, അതേ ഫെറാറിയാണ്. ആൻഡ് ദിസ് ഇസ് റോയൽ ഡ്രൈവ്. അവിടെയും നല്ല അടിപൊളി വണ്ടികൾ ഇരിപ്പുണ്ട്. സൂപ്പർ ബൈക്സ് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ബൈക്സ് നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ മൈ ഓപ്ഷൻ ഈസ് ഓൾവേസ് വെൻ യു ആർ ഗോയിങ് ഫോർ എ സൂപ്പർ ബൈക്ക്, യു ഓൾവേസ് സ്റ്റാർട്ട് ഫ്രഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ചിലപ്പം മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നായിരിക്കാം നിങ്ങൾ വണ്ടി മേടിക്കുന്നത്. സോ യു വുഡ് ബി ലക്കി ദാറ്റ് നിങ്ങൾക്ക് നല്ലൊരു വണ്ടി വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടും എന്നുള്ളത്. അതല്ല, നിങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്ത ഒരു വണ്ടിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പണിയാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നിരിക്കുള്ളൂ. ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്കറിയാമല്ലോ, കോസ്റ്റ് വുഡ് ബി ഹൈ ഓൺ പാർട്സ് ഓൾസോ. പിന്നെ നമ്മളെല്ലാം വണ്ടി മേടിക്കുന്നത് എന്തിനാണ്? ഓടിച്ചുകൊണ്ട് നടക്കാനല്ലേ, അല്ലാതെ സർവീസ് സെൻറ്ററിൽ കൊണ്ടിടാനല്ലല്ലോ. അപ്പം എൻ്റെ ഒരു ഓപ്ഷൻ അതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ CB650R പുതിയതിന് തന്നെ പോയത്. ഈവൻ ദോ ദ വെയിറ്റിംഗ് പീരിയഡ് വാസ് നിയർ ടു അറൗണ്ട് നമ്മളുടെ ഫോറം മോളിന് കഴിയുമ്പോൾ തന്നെ തൊട്ട് റൈറ്റ് സൈഡിലാണ് ഹോണ്ടയുടെ ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചി വരുന്നത്. ഓൾമോസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 മേളിൽ വെഹിക്കിൾസ് ഇവിടെ CB ആൻഡ് CBR കാറ്റഗറിയിൽ വിറ്റ് പോയിട്ടുണ്ട്. ഇതായിരിക്കുന്നു അവർ ഗൈ. സോ അപ്പോൾ വി ആർ ജസ്റ്റ് ഗോണ മീറ്റ് ഷറാസ്. നമ്മളുടെ ഹോണ്ട ബിഗ് വിങ്ങിൽ തകർപ്പൻ വണ്ടികളെല്ലാം തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ജോബിൻ ആൻഡ് ഷറാസ്, ഓക്കെ, ഇന്നെന്താണ് ഒരു സ്പെഷ്യൽ? കുറേ ബലൂൺസും എല്ലാം കാണുന്നുണ്ടല്ലോ. ദർ ഇസ് സംതിങ് സ്പെഷ്യൽ വിച്ച് ഈസ് കമ്മിങ് ഇൻ ഫ്രം ഹോണ്ട. എന്താണ്? നമ്മുടെ പുതിയ വണ്ടി CBR650R CBR650R CB650R. നേരത്തെ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 28 വണ്ടികളോളം നിങ്ങൾ ഇവിടുന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മൂടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ 2 പുതിയ CBR CB650R ഇ ക്ലച്ച് മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നതും ഞങ്ങൾക്ക് തന്നില്ല അല്ലേ? ഇല്ല, വിഷമമുണ്ട് സർ, വിഷമമുണ്ട്. അപ്പം ഇ ക്ലച്ച് ആണ്, അത് ലോഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, രണ്ടും സോൾഡ് ഔട്ട് ആയിട്ടുള്ള വെഹിക്കിൾസ് അല്ലേ? സോൾഡ് ആയിട്ട് വെഹിക്കിളാണ്. പിന്നെ അവിടെ ആരും എന്തോ ഒരെണ്ണം മൂടി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക്, അത് ഇതൊരു സർപ്രൈസ് ആണല്ലേ? സർപ്രൈസാണ്. അപ്പോൾ കൊച്ചി ഇതുവരെ കാണാത്ത ഒരു സാധനം സർപ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അതെ. ഇവരുടെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സർപ്രൈസിൽ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ജോബിൻ്റെ മുഖത്താണോ ഷിറാസിൻ്റെ മുഖത്താണോ ഉള്ളത്? സോ ഇറ്റ്സ് എ സർപ്രൈസ്. ഫുൾ കാണുക, ലോഞ്ചിൻ്റെ വീഡിയോയും ഉണ്ടാവും ഇതിൻ്റെ കൂടെ തന്നെ, ഫുള്ളായിട്ട് കാണുക. ആൻഡ് ഇഫ് യു റിക്വയർ എനി ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദിസ്, ഷിറാസിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ്. ആൻഡ് ഹി വിൽ ഹെൽപ്പ് യു ഔട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ ഷിറാസ്, മച്ച് അവൈറ്റഡ് വെഹിക്കിൾ ഈസ് ഹിയർ അല്ലേ? അതും നമ്മളുടെ ഹോണ്ടയുടെ പുതുപുത്തൻ CB650R CBR ഇ ക്ലച്ച്. ഇതാണ് എനിക്ക് തോന്നുന്നു വേൾഡ് ഓവർ ദർ ഇസ് എ ഹൈപ്പ് വിച്ച് ഹാസ് കമ്മിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് യൂസ് ചെയ്യാണ്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നടക്കാം അല്ലേ? അപ്പം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് എങ്ങനെയാണ് പറയുക?
ബേസിക്കായിട്ട് പറയാൻ നമ്മൾ ഇപ്പം നോർമലി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് നോർമലി ഈ ക്ലച്ച് അല്ല. ഓക്കെ, നോർമൽ വണ്ടിയാണ്. നോർമൽ വണ്ടിയാണ്. ഓക്കെ, വൺസ് കീ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു യൂണിറ്റ് ലോഡ് ആവും. ഓക്കെ, അതിൻ്റെ സൗണ്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കാണിച്ചു തരാം. കീ ഇപ്പോൾ ഞാൻ ഓൺ ആക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, അത് ലോഡ് ആയി. കേട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒച്ച ഏകദേശം കീന്നാണ്. അതെ, ഓക്കെ. അപ്പം അപ്പോൾ നമ്മൾ ആ ഒച്ച കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് ലോഡഡ് ആവും അല്ലേ? ഈ ക്ലച്ചിൻ്റെതായിട്ടുള്ള ഇത് മോട്ടറൈസ്ഡ് അല്ലേ? അതെ അതെ, ആ മോട്ടേഴ്സ് ലോഡഡ് ആവും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ക്ലച്ച് ഇത് ഫ്രീ ആയി. ക്ലച്ച് ഫ്രീ ആയി, ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഒട്ടും തന്നെ ലോഡ് ഉണ്ടാകില്ല. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഈ ക്ലച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ചിട്ടാണ് നമ്മൾ ഗിയർ ഇടുന്നത്. ഓക്കെ, ഇതിന് ക്ലച്ച് ആക്റ്റീവ് ആണെന്ന് അറിയണത് ഈ ക്ലച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല ഇൻഡിക്കേഷൻ ഡിസ്പ്ലേയിലും ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഇത് ഈ ക്ലച്ച് ആക്റ്റീവ് ആയെന്നുള്ള ഇൻഡിക്കേഷൻ ആണ് കാണിക്കുന്നത്. ആ ഒരു വരുന്നത് ഗ്രീൻ കളറിൽ. അതെ, ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ ഇത് മാറുകയും ചെയ്യും, ഇവിടെ മാനുവലിനാകുകയും ചെയ്യും. ഓക്കെ, ഫൈൻ. സോ അപ്പം സിറ്റി റൈഡിലാണോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് വരിക? ബെനിഫിറ്റ് സിറ്റിയിലായാലും നമുക്ക് ലോങ്ങിലും ടയർഡാകാതെ ക്ലച്ച് പിടിക്കാൻ നമുക്ക് റേസ്. ആരൊക്കെ പറയുന്നത് കേട്ട് ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നു, ഒരു 6th ഗിയറിലാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്കിൽ ആ 6th ഗിയറിൽ യു ക്യാൻ സ്റ്റാർട്ട് ദ വെഹിക്കിൾ ആൻഡ് മൂവ് ഹെഡ്. അതെ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമുക്കൊരു എമർജൻസി എന്നുള്ള ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. അതല്ല എങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു ഷിഫ്റ്റ് ഇറ്റ് ഡൗൺ ആണ്. അത് കഴിഞ്ഞിട്ട് നോർമൽ രീതിയിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ ക്ലച്ച് യൂസ് ചെയ്യേണ്ട എന്നുള്ളൊരു ഇത് മാത്രമല്ലേ ഇതിനുള്ളൂ. പക്ഷേ എനിക്ക് അടുത്തൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ക്ലച്ചിലേക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ വേറൊരു വെഹിക്കിൾ എടുക്കുമ്പോഴത്തേക്ക് ഈ ക്ലച്ചിൻ്റെതായിട്ടുള്ളൊരു ഗുസ്തി വരികയല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് ക്ലച്ച് പിടിച്ച് ഓടിക്കണം എന്നാണ്. അപ്പം ദിസ് ഈസ് ദ 2025 CB 650R ഈ ക്ലച്ച് എൻ്റെ സ്വന്തം ബ്യൂട്ടിയാണ്. പക്ഷേ ഈ ക്ലച്ച് ഇല്ല എന്ന് മാത്രം. അതെ, ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത്. ബട്ട് അഗെയിൻ ആസ് ഐ ടോൾഡ്, എന്താ പറയുക, ഇറ്റ്സ് എ ബ്യൂട്ടി. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഷെറാസിൻ്റെ കോൺടാക്ട് നമ്പർ ഡയറക്റ്റ് വീഡിയോയിൽ നൽകുന്നതാണ്. യു ക്യാൻ ഗിവ് ഹിം എ കോൾ ആൻഡ് ചെക്ക് ഔട്ട് വാട്ട് ദ ഓപ്ഷൻസ് ആർ. അതുപോലെ തന്നെ അവൈലബിലിറ്റി നേരത്തെ ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് ഓൺ ഹെവി ഡിമാൻഡ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് തന്നെ ഏകദേശം 40 വണ്ടിക്ക് മുകളിൽ CBയും CBRും വന്നിട്ടുണ്ട്. സോ യു നോ ദ ഡിമാൻഡ് ആൻഡ് അഗെയിൻ പീപ്പിൾ ആർ വെയിറ്റിംഗ് അല്ലേ? ഇപ്പോഴും ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് ഓൺ ക്ലാസ്. കണ്ടില്ലേ അതിൻ്റെ ആ ഇൻലൈൻ 4 സിലിണ്ടറിൻ്റേതായിട്ടുള്ള ആ പൈപ്സും, ദ ലുക്ക് ഈസ് ഓസം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയണേ, കളറിനോട് താല്പര്യമുണ്ട് ആൾക്കാർ നോട്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഈസ് ഓൾവേസ് ഗോ ഫോർ CBR റെഡ് കളർ അല്ലേ? അതിൻ്റേതായിട്ടുള്ള ആ ഒരു പഞ്ചി കളർ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു സൂപ്പർ ബൈക്ക് തന്നെയാണെന്ന്, അല്ലെങ്കിൽ ഒരു 1000cc ആണെന്ന് വിചാരിച്ചു പോകും. റെഡല്ല, ക്യാൻഡി റെഡ് ആണല്ലേ? ആ ഒരു അതെന്നെ ഞാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ റെഡിഷ് കളർ അല്ല, ഒരു ഇറ്റ്സ് എ സ്വീറ്റ് കളർ ആൻഡ് വെരി വെരി നോട്ടീസബിൾ കളർ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി ഷെറാസുമായിട്ട് ബന്ധപ്പെടുക. ആൻഡ് സ്റ്റേ ഓൺ അവർ ചാനൽ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ആൻഡ് വിൽ ബി പ്രൊവൈഡിങ് യു മോർ ആൻഡ് മോർ വീഡിയോസ് ഓൺ ഇറ്റ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night